ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ദൈവമേ, ഈ രാജുന് കുറച്ചെങ്കിലും ധൈര്യം കൊടുക്കണേ. ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രതികരിക്കാനുള്ള ധൈര്യം രാജുന് ആകെ പണം നഷ്ടപ്പെട്ടിരിക്കുക. രാജുന് അതിനുള്ള ശക്തി കൊടുക്കണേ ദൈവമേ. ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇവൻ കുറച്ച് മടിയോട് കൊടുത്തില്ല. സാരമില്ല, ഞാൻ പറഞ്ഞ ഇവനെ കൂട്ടിക്കൊണ്ടുവരാം. ശരി അങ്ങളെ. എങ്കിൽ എനിക്ക് രതികമോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞങ്ങളൊന്ന് മോളുടെ റൂം വരെ പോയിട്ട് വരാം. അതിനെന്താ? ഋതുമോളെ, ആന്റി മോളുടെ റൂമൊന്നും കണ്ടിട്ടില്ലല്ലോ. അതിനെന്താ ആന്റി? ആന്റി വരും. അംബികേച്ചി പറഞ്ഞ പോലെ പ്രതാപേട്ടന് ഇലക്ഷന് തോൽവി ഉണ്ടാവില്ലേ? അദ്ദേഹം നാടിനും ജനങ്ങൾക്കും ചെയ്ത നന്മയുടെ ഫലം ഇത്രയും കാലം തോൽക്കാതെ ഈ നിലയിൽ വരെ എത്തിയത്. അതിനൊരു കളങ്കം ഉണ്ടാവരുതേ. ആ മച്ചാനെ, എന്താ റിസൾട്ട് ഒക്കെ വന്നോ? നമ്മുടെ ആള് ജയിച്ചോ? എടാ, ഈ പ്രാവശ്യം വർമ്മ സാറ് ജയിച്ചു കഴിഞ്ഞാ നിനക്കറിയാലോ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് അറിയാലോ. ഒന്നാമതേ നാട്ടിൽ അക്രമത്തിന്റെ അനീതിക്കും എതിരാണ് വർമ്മ സാറിന്റെ നടപടികളൊക്കെ. അതുകൊണ്ട് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത ജയപാൽ സാർ ജയിച്ചില്ലെങ്കിൽ നമ്മൾ പെടും. ഇത്തവണ നമ്മളെല്ലാരും ഗുഡാലിസ്റ്റിലാണ്. അതുമാത്രമല്ല, വർമ്മ സാറിന്റെ സ്വഭാവത്തിന് അങ്ങനെ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ വരെ ഇടും. റിസൾട്ട് ആയില്ലേ? വോട്ടെണ്ണി തീർന്നില്ലായിരുന്നു. നീ ഒന്നുകൂടെ നോക്കടാ. എന്താ, വർമ്മ സാർ ജയിച്ചോ? പമ്പിച്ച ഭൂരിപക്ഷമാണ്. നമ്മളല്ല ഇനി പെടും. നമ്മുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. ശരിയടാ, ഞാൻ നിന്നെ വിളിക്കാം. പഴയതുപോലല്ല, എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. രാജുനോട് ഞാൻ പറഞ്ഞതല്ലേ, എന്റെ സ്നേഹം എന്താ രാജു മനസ്സിലാക്കാത്ത? മാഡം, മാഡത്തിനോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. രാജുന്റെ ഒരു മാനസികാവസ്ഥ, രാജു കുറച്ചൊക്കെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കണം. എപ്പോഴും ഇങ്ങനെ ഗുരുഭക്തിയും ആദർശങ്ങളും മാത്രം വെച്ചുകൊണ്ട് ജീവിച്ച അത് ജീവിതമാവില്ല. രാജുവിന് സ്വന്തമായിട്ടൊരു ജീവിതമുണ്ട്. രാജുവിന്റെ ജീവിതത്തില് ഒരു പെണ്ണ് വേണം. രാജുവിന് ജീവിക്കണ്ടേ? രാജു ഇനി എന്നാ സ്വന്തം ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്നേ? മാഡത്തിന് അറിയാലോ, എനിക്കങ്ങനെ സ്വന്തം ജീവിതമൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ അനുജത്തെയും ശ്രീലക്ഷ്മിയുടെ വിവാഹം നടത്താൻ എനിക്ക് പറ്റിയില്ല. ഇനി അവള് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ പഠനകാര്യത്തിന് എന്തെങ്കിലും സേവിങ്സ് എനിക്കുണ്ടാക്കണം. അതല്ലാതെ ഇപ്പോ രാജുവിന് എപ്പോഴും ഈ പ്രാരാബ്ദത്തിന്റെ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം രാജു. രാജു എന്നെ കെട്ടിക്കഴിഞ്ഞ ഈ വീട്ടിലെ സ്വത്തൊക്കെ രാജുവിന് കിട്ടില്ലേ? മാഡം, ഇതാണ് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഞാൻ ഈ സ്വത്തെല്ലാം ആഗ്രഹിച്ചാണ് മാഡത്തെ പ്രണയിക്കുന്നല്ലേ എല്ലാവരും വിചാരിക്കുള്ളൂ. അത് പാടില്ല മാഡം. ഇങ്ങനൊരു വലിയ വീട്ടിൽ ജനിച്ചത് എന്റെ തെറ്റാണോ രാജു? രാജു ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ മകളായി പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഞാനൊരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ ഇമോഷണൽ ആയിട്ടൊന്നും പറയല്ലേ മാഡം. നമ്മുടെ ജനനം, പിറവി, ഇതൊക്കെ ദൈവം മുന്നേ തീരുമാനിച്ച കാര്യ. രാജു, ഈ ഉപദേശവും ഫിലോസഫിയൊക്കെ ഒന്ന് നിർത്ത്. എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാ, ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വേറൊരുത്തം വന്നിരിക്കുന്നു. ഇനി എന്തൊക്കെ ടോർച്ചറിങ് അവൻ ചെയ്യാൻ പോകുന്ന എന്തോ. ഓൾറെഡി അവൻ എന്നെ ടോർച്ചർ ചെയ്യുക. അവന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നു. അവിടെ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി അവിടെ വെച്ചെങ്ങാനും എന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന എന്റെ പേടി.
വീട്ടിൽ നിന്നോണ്ട് വിൽ യു മാരി മീ എന്നങ്ങനെ ചോദിച്ചാ ഞാൻ എന്ത് പറയണം? മാഡത്തിന്റെ മനസ്സിൽ എന്താന്ന് പറയണം? എന്റെ മനസ്സിൽ എന്താണെന്ന് പറയേണ്ടവരോട് പറഞ്ഞിട്ട് അവർക്ക് മറുപടിയൊന്നുമില്ല. ആ റോഹനോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ അവനത് മനസ്സിലാക്കാൻ പോകുന്നുമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി വിൽ യു മാരി മീന്ന് പിന്നെയും ചോദിക്കും. എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല രാജു. എനിക്കും അറിയില്ല മാഡം എന്താ ചെയ്യേണ്ടത്. രാജുന്റെ അടിയൊരു കുറവാ. രാജുന്റെ അച്ഛൻ തരാത്തതാ രാജുന്റെ ഏറ്റവും വലിയ പ്രശ്നം. രാജു ഒരു കാര്യം ചെയ്, ഞാൻ രാജുന്റെ വീട്ടിൽ വരാം. എന്നിട്ട് ഞാൻ രാധമ്മയോടും വേണുവങ്കളിനോടും ഈ കാര്യം സംസാരിക്കാം. അവരെന്തായാലും ഒരു ഐഡിയ പറഞ്ഞു തരാതിരിക്കില്ല. മാഡം അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു തവണ മാഡം എന്റെ വീട്ടിലേക്ക് വന്നതിന് തന്നെ അംബിക മാഡം ദീപക്കും വലിയ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഒരു അംബിക മാഡം ദീപക് സാറും അതൊക്കെ ദൈവേത് അവരുടെ കാര്യം എന്നോട് പറയില്ലേ. അവരുടെ രണ്ടുപേരുടെ കാര്യവും ആ റോഹന്റെ കാര്യവും ആലോചിക്കുമ്പോ എന്റെ തല പൊട്ടി തെറിക്കുക. എങ്കിലും കുറച്ചെങ്കിലും സമാധാനം വേണമെങ്കിൽ എനിക്ക് രാധമ്മയെ വേണുവങ്കളിനെ കാണണം. അളിയനും ചേച്ചി അളിയന്റെയും ചേച്ചിയുടെയും കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. മാഡം ടെൻഷൻ ആവാതിരിക്കെ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ബൈക്ക് എടുത്തിട്ട് ഗേറ്റിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാം. മാഡത്തിന് അങ്ങോട്ട് വരാമോ? ഇത്രയെങ്കിലും ധൈര്യം രാജുവിന് ഉണ്ടായല്ലോ. ഞാൻ വരാം. രാജു പോ. എനിക്ക് എത്രയും പെട്ടെന്ന് രാധമ്മയും വേണുവങ്കളിനെയും കാണണം. ശരി മാഡം, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. മാഡം അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോന്ന് നോക്കിയിട്ട് വേണം ഇറങ്ങി വരാൻ. ആരെങ്കിലും എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാ മാഡം പറയണം അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന കോഴ്സിന്റെ ആപ്ലിക്കേഷൻ മേടിക്കാൻ പോവാന്ന്. എന്നാ മാഡം ദീപകിനോടാണ് പറയുന്നതെങ്കിൽ സൂക്ഷിച്ചു വേണം പറയാൻ. പുറത്ത് ഫ്രണ്ട് വെയിറ്റിംഗിലാണെന്ന് പറയണം. കൂടാതെ എനിക്കൊരു സിഗ്നലും തരണം. അഥവാ ദീപക് മാഡത്തിന്റെ കൂടെ വരികയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് മാറി നിൽക്കാലോ. എന്റെ പൊന്നു രാജു, രാജു ഒന്ന് പോവാമോ? ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ മാഡം. എന്റെ ദൈവമേ, ഈ രാജുവിന് കുറച്ചെങ്കിലും ധൈര്യം കൊടുക്കണേ. ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രതികരിക്കാനുള്ള ധൈര്യം രാജുവിന് ആകെപ്പാടെ നഷ്ടപ്പെട്ടിരിക്കുക. രാജുവിന് അതിനുള്ള ശക്തി കൊടുക്കണേ ദൈവമേ.